ഇതാണ് എൻ്റെ പുതിയ റേസ് ലൈസൻസ്. ഇതിൻ്റെ ഒരു സ്റ്റോറി ഇട്ടപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചു, ബ്രോ ഇത് എങ്ങനെയാണ് എടുക്കുന്നത്, ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളത്. അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇങ്ങനെ ഒരു റേസ് ലൈസൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു റൈഡിംഗ് സ്കൂൾ അല്ലെങ്കിൽ റേസിംഗ് അക്കാഡമി പോയിട്ട് ലെവൽ 1 ലെവൽ 2 ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് അവർ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് തരും. ഈ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ FMSCയുടെ സൈറ്റിൽ കയറിയിട്ട് ഈ ഒരു ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. FMSC എന്ന് പറയുന്നത് ഫെഡറേഷൻ ഓഫ് മോട്ടോർ സ്പോർട്സ് ക്ലബ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ്. അവരാണ് ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ മോട്ടോർ സ്പോർട്സ് ഇവൻറ്റുകളും കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനുള്ള അധികാരമുള്ള ഒരു ബോഡിയാണ് FMSC. അവരാണ് നിങ്ങൾക്ക് ഈ ഒരു ലൈസൻസും ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു റേസ് ട്രാക്കിൽ റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റേസ് ലൈസൻസ് നിർബന്ധമാണ്. പല തരത്തിലുള്ള പല കാറ്റഗറിയിലുള്ള ലൈസൻസുകളുണ്ട്. അതിനെപ്പറ്റിയിട്ടൊക്കെ ഞാൻ വേറൊരു വീഡിയോ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാം. അപ്പം ഈ ഒരു ലൈസൻസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ചിലവിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം. ഈ ഒരു ലൈസൻസിൻ്റെ ചിലവെന്ന് പറയുന്നത് വരും 1750 രൂപ മാത്രമേ ഉള്ളൂ. അതായത് ഇത് അപ്ലൈ ചെയ്യാനുള്ള ചിലവ്. പക്ഷേ ഏറ്റവും വലിയ ചിലവ് എടുക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു അക്കാഡമി പോയിട്ട് ട്രെയിനിങ് എടുക്കുന്ന സമയത്താണ്. മിനിമം 20,000 രൂപയെങ്കിലും നിങ്ങൾ സ്പെൻഡ് ചെയ്യാണ്ട് ആ ഒരു ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടില്ല. 20,000 രൂപ കൊടുത്താൽ നേരെ സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളതല്ല, നിങ്ങൾക്ക് വണ്ടി ട്രാക്കിൽ ഓടിക്കാൻ പറ്റും. ട്രാക്കിൽ എങ്ങനെയാണ് ഒരു റേസ് ബൈക്ക് ഓടിക്കുന്നത് എന്നുള്ളത്, അതിൻ്റെ സേഫ്റ്റി പ്രിക്കോഷൻസ്, അതുപോലെ ഏത് ലൈൻ എടുക്കണം, എങ്ങനെ ഓടിക്കണം, എങ്ങനെ ബ്രേക്ക് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു അക്കാഡമി നമുക്ക് പഠിക്കാൻ സാധിക്കും. പിന്നെ അക്കാഡമി ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, FMSCയുടെ അപ്രൂവലുള്ള ഒരു അക്കാഡമി തന്നെ പോയിട്ട് സർട്ടിഫിക്കറ്റ് എടുക്കാൻ നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് ഒരു വാല്യൂ ഇല്ലാണ്ടായിപ്പോൾ. അപ്പോൾ അത് എപ്പോഴും നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. ഞാൻ പോയത് റോയൽ എൻഫീൽഡിൻ്റെ ട്രാക്ക് സ്കൂൾ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലാണ്. അതായത് റോയൽ എൻഫീൽഡ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ട്രാക്ക് സ്കൂൾ പ്രോഗ്രാമാണത്. PRN മോട്ടോർ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു മോട്ടോർ സ്പോർട്ട് കമ്പനിയാണ് അതിനുവേണ്ട സപ്പോർട്ടെല്ലാം നൽകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് റോയൽ എൻഫീൽഡ് GT 650R എന്ന് പറയുന്ന ഒരു ട്രാക്ക് സ്പെക് GT 650യിലാണ് നമ്മളെ അവർ പഠിപ്പിക്കുന്നത്. കൂടെ റോയൽ എൻഫീൽഡിൻ്റെ ഗിയേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യാൻ ഉള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ വെറുതെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ലെതർ ജാക്കറ്റ്, ഗ്ലൗസ്, ബൂട്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ റെൻ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ട്രാക്കിൽ ഓടിക്കാനുള്ള വണ്ടി നമ്മൾ റെൻ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ ഈ ഒരു ട്രാക്ക് സ്കൂളിലാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ 20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് GT 650യും കിട്ടും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് റോയൽ എൻഫീൽഡ് ഗിയേഴ്സ് തന്നെ അവരുടെ അടുത്തുനിന്ന് തന്നെ റെൻ്റ് ഔട്ട് ചെയ്യാനും സാധിക്കും. അപ്പം ഈ വരുന്ന ജൂലൈ 12, 13 തീയതികളിൽ അവർ ട്രാക്ക് സ്കൂൾ വെച്ചിട്ടുണ്ട്. കോസ്റ്റ് കോയമ്പത്തൂർ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലാണത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെയും ഞാൻ DM ചെയ്താൽ മതി, ഞാൻ അയച്ചു തരാം. അപ്പോൾ പോവുക, നിങ്ങളുടെ ട്രാക്ക് ലൈസൻസ് എടുക്കുക. പിന്നെ ഈ ട്രാക്ക് സ്കൂളിൽ നിന്ന് തന്നെ നിങ്ങൾ പഠിച്ചാൽ മറ്റൊരു ഗുണം കൂടെ ഉണ്ട്. റോയൽ എൻഫീൽഡിൻ്റെ GT കപ്പ് എന്ന് പറയുന്ന റേസിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടെ സിമ്പിളർ ആയിരിക്കും. മാത്രമല്ല നിങ്ങൾക്ക് ആ ഒരു സ്കിൽ സെറ്റ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് സെലക്ഷൻ കിട്ടാനും ആ ഒരു റേസിൽ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ട്രാക്ക് ലൈസൻസ് എടുക്കണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കൂടുതൽ സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് വിടുക, അല്ലെന്നുണ്ടെങ്കിൽ DM ചെയ്യാം.